ജാസ്മീസ് ഹോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ശശുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് നൈസായിട്ടൊന്നും അരിഞ്ഞെടുക്കരുത്. ചെറിയ ചെറിയ പീസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സവാള പെട്ടെന്നൊന്ന് നിറം മാറി കിട്ടും. ഒരു 3 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മാത്രം മതി. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വറ്റി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്രേവി 3 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ ഹോൾസിലും നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശശൂക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.